അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വനശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബി സയ്യിദിനാ മുഹമ്മദ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വൽ ഈ മാസത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊരുത്തപ്പെടുന്ന, അവിടുന്ന് സ്നേഹിക്കുന്ന, അവിടത്തേക്ക് ഇഷ്ടപ്പെടുന്ന ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്യണം എന്നാണ് ഇമാമിയങ്ങളെല്ലാം അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തുല്യരായി ലോകത്ത് ഒരു സൃഷ്ടിയെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ആൾ ആരാണ്? മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞേക്കുമ്പോൾ യാത്രയാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയുടെ എൻഡിലോളം പോയി. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഞാനുണ്ടാവില്ല, നിങ്ങൾ എൻ്റെ ഖബറിൻ്റെ സമീപത്ത് വരും എന്ന് പറഞ്ഞു. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വന്നാൽ എനിക്ക് കാണാൻ കഴിയില്ല എന്ന് പറയും, പിന്നെ വേദനിക്കാതിരിക്കുമോ? പൊട്ടി കാരഞ്ഞു. അപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന ഔലന്നാസി ബി അൽ മുഅ്മിനൂൻ, ജനങ്ങളിൽ ഞാനുമായി ഏറ്റവും ബന്ധപ്പെട്ടവർ അൽ മുത്തഖൂൻ. ഇന്ന ഔലന്നാസി ബി അൽ മുത്തഖൂൻ, ഞാനുമായി ഏറ്റവും ബന്ധപ്പെട്ടവർ മുത്തഖീങ്ങളാണ്. അള്ള കൽപ്പിച്ചതൊക്കെ എടുക്കുകയും അള്ള വിരോധിച്ച് ഒഴിക്കുകയും ചെയ്യുന്നവർ. മനസ്സിൽ അഹങ്കാരം, അസൂയ, വിദ്വേഷം, വൈരാഗ്യം, വെറുപ്പ് ഇങ്ങനത്തെ ഒന്നും ഇല്ലാത്തവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിശ്വാസം, കർമ്മം, നബി തങ്ങൾ പഠിപ്പിച്ച സ്വഭാവം, അത് ജീവിതത്തിൽ പകർത്തുക. സലാസുൻ, 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങളുണ്ടെങ്കിൽ ഹാസബഹുല്ലാഹു ഹിസാബൻ യസീറ, എളുപ്പത്തിൽ സ്വർഗ്ഗത്തിൽ കിടക്കാൻ കഴിയും. ഒന്നെന്താണ്? തുഅ്തീമൻ ഹറമക്, ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുന്ന സ്വഭാവം. വതസ്ലുമൻ ഖതഅക്, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം പുലർത്തുന്ന സ്വഭാവം. വതഅഫു അമ്മൻ ളലമക്, ആക്രമിച്ചവന് വിട്ടുവീഴ്ച ചെയ്യുന്ന സ്വഭാവം. ഈ 3 സ്വഭാവമുള്ളവന് സ്വർഗ്ഗത്തിൽ എളുപ്പത്തിൽ കടക്കാൻ കഴിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷെ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ തയ്യാറുണ്ടോ? നമ്മൾ വൈരാഗ്യം, വിദ്വേഷമൊക്കെ വെച്ച് ജീവിക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യനോട്, ഭാര്യ വീട്ടുകാരോട്, ഭാര്യ വീട്ടുകാർ ഇപ്പുറത്ത് പുതിയാപ്പിളുടെ വീട്ടുകാരോട്, ഇങ്ങനെയൊക്കെ ലോകത്ത് അയൽവാസികൾ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ, അതുപോലെ തന്നെ കക്ഷികൾ തമ്മിൽ, ഇങ്ങനെയൊക്കെ വൈരാഗ്യം, വിദ്വേഷം വെച്ച് ജീവിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയാവോ? തുറന്ന മനസ്സ്, വിശാലമായ മനസ്സ് നമുക്കുണ്ടാകേണ്ടത് അതാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുറന്ന മനസ്സ്. മദീനയിൽ ബാങ്ക് കൊടുത്ത ആളാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. മക്ക ശരീഫിൽ ബാങ്ക് കൊടുത്ത സഹാബിയാണ് അബൂ മഹ്ദൂർ റളിയല്ലാഹു അൻഹു. അബൂ മഹ്ദൂറ ബാങ്കിനെ പരിഹസിച്ചുകൊണ്ട് ബാങ്ക് കൊടുത്ത ആളാണ് ആദ്യം. പക്ഷേ അദ്ദേഹത്തെ വിളിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമീപത്ത് വിളിപ്പിച്ചിട്ട്, ചെറുപ്പക്കാരനാണ്, ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. നല്ല ഉഷാറിൽ ബാങ്ക് കൊടുത്തു. എന്നിട്ട് വെള്ളി ഗിഫ്റ്റ് കൊടുത്തു. അതിൻ്റെ ശേഷം തല മുതൽക്ക് പൊക്കിൾ വരെ കൈകൊണ്ട് തടകിയിട്ട് ബർക്കത്ത് കൊടുത്തു. അപ്പോൾ അബൂ മഹ്ദൂർ റളിയല്ലാഹു അൻഹുവിന് ഈമാൻ ഉണ്ടായി. അബൂ മഹ്ദൂർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ആവശ്യപ്പെട്ടു, ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടു, എനിക്ക് മക്കയിലെ ബാങ്ക് ഏൽപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചു. നേരത്തെ ബാങ്കിനെ പരിഹസിച്ചാളാണ് കുറച്ച് മുമ്പ്. ആ അബൂ മഹ്ദൂർ റളിയല്ലാഹു അൻഹുവിനും മക്ക ശരീഫിൽ മസ്ജിദുൽ ഹറാമിലെ ബാങ്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ വഫാത്ത് വരെ അബൂ മഹ്ദൂർ റളിയല്ലാഹു അൻഹുവാണ് മക്കയിൽ ബാങ്ക് വിളിച്ചത്. ഈ രൂപത്തിൽ സൽസ്വഭാവത്തിലൂടെ ഏത് എതിരാളിയെയും ഇണക്കിയെടുത്ത നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഭാവത്തിലേക്കാണ് നമ്മളും നമ്മുടെ ജീവിതം കൊണ്ടുപോകേണ്ടത്. നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം. അതാണ് ദീൻ. അതിനപ്പുറമുള്ളത് ദീനല്ല, ദീൻ പൊളിയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തി ജമാഅത്തിൻ്റെ എതിരാളികളുമായിട്ട് അകന്നു നിൽക്കണമെന്ന് പഠിപ്പിച്ചു. ഇപ്പോൾ പലർക്കും ഒരു സ്വഭാവമുണ്ട്, പല പരിഹാസങ്ങളുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇസ്ലാമിനെ പരിഹസിക്കുന്നവർ, ഖുർആനെ പരിഹസിക്കുന്നവർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹസിക്കുന്നവർ, ഹദീസിനെ പരിഹസിക്കുന്നവർ, പണ്ഡിതന്മാരെ പരിഹസിക്കുന്നവർ, ഇസ്ലാമിൻ്റെ കാര്യങ്ങളെ പരിഹസിക്കുന്നവർ, അതൊക്കെ ഇങ്ങനെ നമ്മൾ ചിലരൊക്കെ അതൊന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് നോക്കും. പച്ച ഹറാമാണ്, അത് നോക്കൽ തന്നെ ഹറാമാണ്, കേൾക്കലും ഹറാമാണ്.
അറിയാഞ്ഞിട്ട് ചെയ്തിട്ട് കുറ്റക്കാരാണ്ട. നമ്മളെ സമയം അള്ളാഹു തആല അള്ളാഹിനെ പരിഹസിക്കുന്നത് നോക്കാൻ വേണ്ടി തന്ന സമയമല്ല, അള്ളാഹിൻ്റെ ദീനിനെ പരിഹസിക്കുന്നത് നോക്കാൻ വേണ്ടി തന്നല്ല. നമ്മൾ തന്നെ ചിലപ്പോൾ പരിഹാസം കേൾക്കുമ്പോൾ അറിയാണ്ട് ചിരിച്ചു പോകും, നമ്മളതിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ ചിരിച്ചു പോകും. ഒരിക്കലും അത്തരത്തിലുള്ള യുക്തിവാദികളുടെ, നിരീശ്വരവാദികളുടെ, മതവിരോധികളുടെ, അതുപോലെ പുത്തൻവാദികളുടെ അത്തരത്തിലുള്ള പരിപാടികൾ നോക്കലും കാണലും, അള്ളാഹ് എന്ന കണ്ണുകൊണ്ട് നോക്കൽ ഹറാം, അള്ളാഹു എന്ന കാതുകൊണ്ട് കേൾക്കൽ ഹറാം, എല്ലാം ഹറാം. പിന്നെ ഈ കോവിഡ് രോഗമായിരുന്നാലും ഇനി അല്ല വസൂരി രോഗമാണെങ്കിലും അത്തരത്തിൽ ഏത് കുഷ്ഠരോഗമാണെങ്കിലും ആ രോഗിയുടെ സമീപത്ത് കൊണ്ട് ആവശ്യം എന്താണ് നമുക്ക്? ഡോക്ടർമാർ ചിലപ്പോൾ അവർക്ക് പോയി ചികിത്സിക്കേണ്ടി വരും, സ്വാഭാവികമാണ്. ഇതുപോലെ പണ്ഡിതന്മാർ ചിലപ്പോൾ പരിഹാസത്തെയൊക്കെ ചിലപ്പോൾ മറുപടി പറയേണ്ടതും മറ്റൊക്കെ ആയതുകൊണ്ട് പണ്ഡിതന്മാർക്ക് ചിലപ്പോൾ ആലിമിയൊക്കെ ചിലപ്പോൾ ഒക്കെ നോക്കിയിട്ട് ചികിത്സിക്കേണ്ടി വരും. അതേസമയത്ത് സാധാരണക്കാർ അത്തരത്തിലുള്ള ഒരു സംഗതി കാണാനോ കേൾക്കാനോ നോക്കാനോ പാടില്ല. ഞാൻ പ്രത്യേകം വസിയത്തായിട്ട് എൻ്റെ കുട്ടികളോടും സ്ത്രീകളോടും പുരുഷന്മാരൊക്കെ പറയാം. നമ്മൾ വിചാരിക്കും അത് തമാശ അല്ലേ, അങ്ങനെയൊന്നുമല്ല. അള്ളാഹിനെ കൊണ്ടാ തമാശ? അബില്ലാഹി റസൂലിഹി, അള്ളാഹിനെ കൊണ്ടും അള്ളാഹിൻ്റെ റസൂലിനെ കൊണ്ടും ആണോ പരിഹാസവും തമാശയും? അപ്പോൾ ഒരിക്കലും തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോലും പാടില്ല. നമുക്ക് നല്ല ഉറച്ച ഈമാൻ വേണം. അള്ളാഹു പൊരുത്തപ്പെടാത്ത സംഗതികൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യരുത്. അള്ളാഹു തന്ന സമയം, അള്ളാഹു തന്ന സമ്പത്ത്, അള്ളാഹു തരുന്ന ആയുസ്സൊക്കെ ചോദ്യം ചെയ്യും. മൂന്ന് പ്രത്യേകമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ പെട്ടതാണ് അൻ ഷബാബിഹി ഫീമ അബല, യുവത്വം എങ്ങനെ നശിപ്പിച്ചു, അൻ ഉംരിഹി ഫീമ അഫന, ആയുസ് എങ്ങനെ ചെലവഴിച്ചു, സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കി, എങ്ങനെ ചെലവഴിച്ചു, അഞ്ചാമതായി അറിവനുസരിച്ച് എന്ത് പ്രവർത്തിച്ചു. അപ്പോൾ നമ്മൾ സമയം നമുക്ക് അന്നേരം സുബ്ഹാനല്ലാഹ് പറഞ്ഞൂടെ, ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞൂടെ, ഒരു സലാത്തിരിക്കൂടെ? അതുകൊണ്ട് ഒരിക്കലും അത്തരത്തിലുള്ള പരിഹാസ കോമഡികളൊന്നും നമ്മൾ കാണാൻ പാടില്ല എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താൻ, കേൾക്കാൻ പാടില്ല. നമ്മൾ ആ സമയത്ത് ആഖിറത്തിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ അതിനെന്ത് സമ്പാദിക്കാൻ കഴിയുമെന്നാണ് ചിന്തിക്കേണ്ടത്. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രചോദനം നൽകിയത് എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു തആല എല്ലാവർക്കും ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.